ഹലോ, ബൈജൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ നാടൻ കോഴി വളർത്തുന്നതിൻ്റെ വീഡിയോ ഞാൻ പഴയത് കുറേ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ള കുഞ്ഞുങ്ങളാണ് ഈ കിടക്കുന്നത്. ഇത് നാടൻ കോഴി, കാപ്പിരി, നെക്ക്, ഗ്രാമപ്രിയ, അങ്ങനെയുള്ള കോഴികളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഈ കോഴികളൊക്കെ ഇപ്പോൾ ഏകദേശം വലുതായിട്ടുണ്ട്. 4 മാസം കഴിഞ്ഞിട്ടുണ്ട്. 4 മാസത്തോളമായി, കുഴപ്പമൊന്നുമില്ല. ഇത് പാലക്കാട് നാടനാണ് ഈ കോഴി ഞാനിപ്പോൾ പിടിച്ചേക്കണത്. അവൻ ഭയങ്കര ക്യൂട്ടാണ്. അവൻ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമ്പോണ്ട അനങ്ങയും കൂടി ഇല്ല, കൈ കൊണ്ട് പിടിക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം, അനങ്ങൂല. ഒരാളത്തിരി സൂക്കേടുകാരനായിരുന്നു, അതിപ്പോൾ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എടാ അനങ്ങൂല, പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് അങ്ങനെ ഇരുന്നോളൂടെ. അതിന് ഞാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറകെ ഇങ്ങനെ നടക്കും. ഞാൻ പോണതിൻ്റെ പിറകെ വരും. ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ എൻ്റെ പിറകെ വന്ന് വാതിക്ക വന്ന് നിൽക്കും. അങ്ങനെ അതിന് സെപ്പറേറ്റായിട്ട് അവന് ഗോതമ്പ അല്ലെങ്കിൽ അരിയ വല്ലതും കൊടുക്കണം. അത് പാടില്ലാതിരുന്ന സമയത്ത് ഇത്തിരി തൂക്കം കുറവായിരുന്നു. തൂക്കം കുറവിൻ്റെ സുഖമില്ലാതെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് മരുന്നൊക്കെ കൊടുത്തേനെ. അപ്പോൾ മരുന്ന് കൊടുത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും പിന്നെ പിറകെന്ന് മാറൂല. ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. അല്ല പിടിച്ച് ഇത്ര നേരം ഇപ്പം 30 സെക്കൻഡ് 40 സെക്കൻഡ് കണ്ട എങ്ങനെ ഇരിക്കുകയാണ്. അതിൻ്റെ അനക്കൂല ആൾക്ക്. പാലക്കാട് നാടൻ്റെ പൂവനാണ്. 5 എണ്ണമാണ്. 5 കുഞ്ഞിനെ കൊണ്ടുവന്നതിൽ ഒരെണ്ണം പൂവനുണ്ട്. ഒരു പൂവനും 4 പിടയാണ്. പാലക്കാട് നാടൻ, അതും വന്നത് പാലക്കാട് നാടനാണ്. കോഴികൾ കൊണ്ടുവന്ന കോഴികളിലൊരു 30 എണ്ണത്തിനെ കൊണ്ടുവന്നതിൽ ഒരെണ്ണം പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ കോഴികളും ഉണ്ട്. അപ്പോൾ ഇവർ ഇപ്പോൾ മുട്ടയിട്ട് തുടങ്ങിയാലാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ബാക്കിയുള്ള കേടുപാടുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഈ കോഴികളിങ്ങനെ അതിൻ്റെ തലയുടെ സൈഡിൽ, കഴുത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ അനങ്ങാണ്ടിരുന്നുള്ളൂ. പാലക്കാട് നാടൻ കോഴി അടയിരിക്കുമോ എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അടയിരിക്കോ ഇല്ലയോ എന്നുള്ളത് അറിഞ്ഞു കേട്ടാ. പാലക്കാട് നാടൻ, തലശ്ശേരി നാടൻ അടയിരിക്കും. പക്ഷെ പാലക്കാട് നാടൻ അടയിരിക്കുമോ? നിങ്ങൾ കാണുന്നവർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഒന്ന് ഇതിനകത്തൊരു പാലക്കാട് നാടൻ അടയിരിക്കുമോ എന്ന് അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ. അപ്പോൾ നമ്മുടെ ഈ ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ ഇത് ഒന്ന് നിങ്ങൾ കമൻറ്റൊക്കെ ഇടും. നിങ്ങൾ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ പരസ്പരം അറിയാവുന്നവർ കാണുമ്പോൾ അവർ പറയുമ്പോഴാണല്ലോ നമുക്ക് തെറ്റുകുറ്റങ്ങൾ മാറ്റി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. രണ്ട് വളർത്തുന്നതിൻ്റെ രീതിയും മറ്റു കാര്യങ്ങളൊക്കെ. ഇത് പാലക്കാട് നാടൻ ചാരയാണ്. ഞാൻ എല്ലാത്തിനും ചാരയാണ് കൊണ്ടുവന്നേക്കണം. കോഴിക്കുഞ്ഞുങ്ങളാണ്. എനിക്കത് ഇത് ചാര റെഡ്, കഴുത്തിൻ്റെ അവിടെ റെഡും ബാക്ക് ചാരയാണ് അതിൻ്റെ. നമ്മളൊരു പാർട്ടിയുടെ നമ്മളെടുത്ത കുഞ്ഞുങ്ങളാണിത്. ഒരു 10 ദിവസം 12 ദിവസമായ കുഞ്ഞുങ്ങളാണ് ഞാൻ കൊണ്ടുവന്നിട്ട് വളർത്തി ഇത്രയാക്കിയത്. 30 കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് അതിൽ ഒരെണ്ണം പോയി, ബാക്കിയെല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളൊന്നും. ഇതിനകത്ത് ഇപ്പോൾ 2 എണ്ണം ഒരു ഒത്തിരി ഇടങ്ങേറായിട്ട് നിൽക്കുകയാണ്. ആ പാലക്കാട് നാടനിലെ തന്നെ 2 കുഞ്ഞുങ്ങൾ വലിയ സുഖമല്ല, വെയിറ്റ് കുറവാണ് അതിന് മരുന്നൊക്കെ ഞാൻ പലതും കൊടുത്തു നോക്കിയിട്ട് രക്ഷയില്ലാണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇത് പോവില്ല, നിങ്ങൾ എന്ത് കാണിച്ചാലും അവിടെ നിന്ന് മാറൂല. കാപ്പിരി കോഴിയാണത്, ഒരെണ്ണമുള്ള കാപ്പിരി കോഴി. ഗ്രാമപ്രിയാണ് വയറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഉള്ളത്. ഇതാണ് നമ്മുടെ നാടൻ നെക്ക്.